കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അവർ ഇപ്പോഴും പറയുന്നത്. അതായത് അവരുടെ ഉള്ളിലെ ആളുകൾ നിന്നുകൊണ്ട് അവരാണ് കോൺഗ്രസ്. പാർട്ടിയെ ചതിച്ചവന്മാര് ഇനി പാർട്ടിക്ക് ആവശ്യമില്ല. അങ്ങനെ കോൺഗ്രസിന് അധികാരത്തിലും വരണ്ട. ഇതിലവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാനസികമായി വിഷമമുണ്ടായി, മോഷണ പരാതി അടക്കം തങ്ങൾക്കെതിരെ ഉന്നയിച്ചു എന്നുള്ളതാണ്. പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നണി സംവിധാനമാണ്, സ്വതന്ത്രരുടെ പിന്തുണ പലയിടത്തുമുണ്ട്. അങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില അസ്വാരസ്യങ്ങൾ, തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊന്നും പുതിയൊരു കാര്യമല്ലല്ലോ. ഇത് UDF മാത്രം കാര്യമല്ലല്ലോ. LDF ഇതിനപ്പുറത്തെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ അവർ ഭരിക്കുന്നിടത്ത്. പക്ഷേ ആ പ്രശ്നങ്ങൾ അത് പറഞ്ഞു തീർക്കുന്നതിന് പ്രാദേശിക നേതൃത്വവും ശ്രമിച്ചിട്ടുണ്ട്. KPCCയുടെ ഉന്നത നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കല്ലേ ചെയ്യണ്ടേ? കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് അഭിപ്രായം പറയാനും പ്രമേയം പാസ്സാക്കാനുമുള്ള അവകാശവും ഒക്കെ ഉണ്ട്. പക്ഷേ അത് ആ പ്രമേയമാണെങ്കിലും അവരുടെ അഭിപ്രായമാണെങ്കിലും അതൊക്കെ നേരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അറിയിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ അവരങ്ങനെ ചെയ്തിട്ടുണ്ട്, പാർട്ടി അറിയിച്ചിട്ടുണ്ട്. ഇവരിതിനെ വളരെ കോൺഗ്രസിൽ പുറത്താക്കുന്നതൊന്നും പുതുമയല്ല. 4 ദിവസം പുറത്ത് നടത്തും, പിന്നെ തിരിച്ചെടുക്കും. അതാണ് അതിപ്പോ അവർ അനുഭവിക്കുമ്പോൾ പഠിച്ചോളൂ. അവരോട് ചോദിച്ചാൽ അല്ല, ചില സാഹചര്യങ്ങളിൽ അവർ UDFനോടൊപ്പം നിന്നു. അവർ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന് UDFനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ആ സാഹചര്യങ്ങളിലെ അവരുടെ പേരിലെടുത്ത നടപടികൾ, അവരുടെ ഭർത്താവിൻ്റെ പേരിലെടുത്ത നടപടികളൊക്കെ പിൻവലിച്ചിട്ടുണ്ട്. അതൊക്കെ അതെ, അതിപ്പോൾ അവർ സ്വതന്ത്രമായിട്ട് നിന്നാണ്. അവർക്ക് അവരല്ല നമ്മുടെ മുന്നിൽ കൈപ്പത്തി ചിഹ്നത്തെ മത്സരിച്ച് ജയിച്ച 4 ആളുകൾ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തു. അതാണ് നമ്മുടെ മുന്നിലെ പ്രശ്നം. കോൺഗ്രസ് കൗൺസിലർമാരുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും നിലപാട് ഇവർക്ക് എതിരാണ്. അല്ല, വാർഡ് കമ്മിറ്റിക്ക് ഒരു അഭിപ്രായം കാണും, ബൂത്ത് കമ്മിറ്റിക്ക് ഒരു അഭിപ്രായം കാണും, മണ്ഡലം കമ്മിറ്റിക്ക് ഒരു അഭിപ്രായം കാണും, ബ്ലോക്ക് കമ്മിറ്റിക്ക് ഒരു അഭിപ്രായം കാണും, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു അഭിപ്രായം കാണും. പക്ഷേ അന്തിമ തീരുമാനം പാർട്ടി എടുക്കും. KPCC അങ്ങനെയുള്ള അവസരത്തിൽ KPCC എടുക്കും, അല്ലെങ്കിൽ DCC എടുക്കും. അതാണ് പാർട്ടി തീരുമാനം. കോൺഗ്രസിന്റെ കൗൺസിലർമാർക്ക് കോൺഗ്രസ് കൊടുത്ത വിപ്പ് ലംഘിച്ചു. അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ കോൺഗ്രസ് KPCC പ്രസിഡന്റ് പറയും, കോൺഗ്രസായി പ്രവർത്തിച്ച ആളുകൾ കൈപ്പറ്റി ജയിച്ച ആളിപ്പോൾ എതിർത്ത് വോട്ട് ചെയ്താൽ അവർക്ക് കോൺഗ്രസ്. അത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. KPCC പ്രസിഡന്റ് പറയും. ഞങ്ങൾക്ക് അതുമായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടാവില്ല. കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ കോൺഗ്രസിന് വേണ്ടെന്നാണ് അവരെ. KPCC പ്രസിഡന്റ് പറയും നടപടികൾ പറഞ്ഞല്ലോ ഞാൻ.